1649 പെറുവിലെ പോർട്ട് എത്തോൺ പട്ടണം. ജൂൺ 2 പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനം. പരിശുദ്ധ കുർബാനയുടെ ആഘോഷമായ വേസ്പര നടന്നുകൊണ്ടിരിക്കുന്നു. തിരുക്കർമ്മങ്ങളുടെ സമാപന സമയം ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന ജെറോം ഡി സെൽവ മാൻഡ്രിക് അരുളിക്കയിൽ നിന്ന് തിരുവോസ്തിയെടുത്ത് സക്രാരിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. പെട്ടെന്ന് തിരുവോസ്തിയുടെ സ്ഥാനത്ത് തിളങ്ങുന്ന മുഖത്തോടു കൂടിയ ഉണ്ണീശോയെ കണ്ട് അദ്ദേഹം സ്തബ്ധനായി നിന്നു. ഇത് അവിടെ കൂടിയിരുന്ന എല്ലാ വിശ്വാസികൾക്കും ദൃശ്യമായി. അതേ വർഷം തന്നെ ജൂലൈ 22 വീണ്ടും ഈ വിസ്മയ കാഴ്ച ആവർത്തിച്ചു. അത് വിശുദ്ധ മറിയം മഗ്ദലനയുടെ തിരുനാൾ ദിവ്യബലി മധ്യയായിരുന്നു. ദിവ്യശിശു തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടത് ചുവന്ന മൃദുല വസ്ത്രം ധരിച്ചായിരുന്നു. ഈ കാഴ്ച ഏകദേശം 15 മിനിറ്റ് നീണ്ടുനിന്നു. 3 ഹൃദയങ്ങൾ ഒന്നിച്ചിരിക്കുന്നതും ധാരാളം വിശ്വാസികൾ കണ്ടു. ഇത് കണ്ട വിശ്വാസികൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ തിരുവോസ്തിയിൽ സന്നിഹിതരാണ് എന്ന് പറഞ്ഞു. എല്ലാവരും ജൂലൈ 12 ഈ അത്ഭുത തിരുവോസ്തി ആ അൾത്താരയിൽ നിന്നും ഏദൻ പട്ടണത്തിലെ ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച് തിരുനാൾ ആഘോഷിക്കുന്നു. തിരുവോസ്തിയിൽ ഉണ്ണി ഈശോയുടെ രൂപവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഹൃദയവും പ്രത്യക്ഷപ്പെടാൻ തിരുമനസ്സായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെയും ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.